സർ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സർ സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ശബരിമല സ്വർണ്ണക്കവർച്ചാ വിഷയത്തിൽ ബഹളത്തെ തുടർന്ന് നിയമസഭ പിരിഞ്ഞു. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി സഭയിൽ പ്രതിഷേധിച്ചു. കേസ് അന്വേഷിക്കുന്ന SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന ആരോപണവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. പാരഡി പാട്ടുകൾ പാടിയും ഇരുപക്ഷവും പോരടിച്ചു. സഭാചട്ടങ്ങൾ പാലിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നത് ഭീരുത്വമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് പറഞ്ഞു. വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള പ്രതിപക്ഷത്തിന് ശ്രമമാണിതെന്നും മന്ത്രി പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലിനിടെയാണ് പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയത്. സ്പീക്കറുടെ ഇരിപ്പിടം മറച്ച് ബാനർ പിടിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയത്. പോറ്റിയെ കേറ്റിയെ പാട്ടുൾപ്പെടെ പ്ലക്കാർഡിലുണ്ടായിരുന്നു. 2024-25 കാലയളവിൽ ശബരിമലയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ചു. അതേസമയം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള അവകാശം വിനിയോഗിക്കാൻ ഭയപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷം ചർച്ചയെ ഭയപ്പെടുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഇതിനിടെ സ്പീക്കർ മറ്റു സഭാ നടപടികളിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം ബഹളം ശക്തമാക്കി. പോറ്റിയെ കേറ്റിയെ പാട്ട് പ്രതിപക്ഷം സഭയിൽ പാടുകയും ചെയ്തു. ഇതോടെ ഭരണപക്ഷവും മുദ്രാവാക്യ വിളികളുമായി നടുത്തളത്തിന് അടുത്തെത്തി. സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ പാട്ടുമായി ഭരണപക്ഷവും രംഗത്തെത്തി. മന്ത്രി V ശിവൻകുട്ടി മൈക്കിലൂടെ പാട്ട് പാടിക്കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കുള്ള ബന്ധവും ഭരണപക്ഷം സഭയിൽ ഉന്നയിച്ചു. സർ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സർ സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ഞാൻ വിളിച്ചുതരാം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. Yes, Minister. Yes, Minister. കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ ഇവിടെ മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സാർ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ അവര്. സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. Yes, Minister, please. സാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട്. സംശയമുള്ളവർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ടെന്നും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. പോറ്റി 2 തവണ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയില്ലേയെന്നും കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തില്ലേയെന്നും ശിവൻകുട്ടി ചോദിച്ചു. ആരാ പോറ്റിയെ സോണിയയുടെ അടുത്ത് കൊണ്ടുപോയതെന്നും ശിവൻകുട്ടി ചോദിച്ചതോടെ പ്രതിപക്ഷ ബഹളം ശക്തമായി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ ബഹളം വയ്ക്കുന്നത് ശരിയല്ലെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. പ്രതിപക്ഷത്തിന് സഭ ചേരുന്നതിൽ താൽപര്യമില്ലെന്നാണ് കരുതുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാളെ സഭ ചേരുന്നത് ഒഴിവാക്കി ചൊവ്വാഴ്ച ചേരുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതോടെ സഭ പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിച്ചു. തുടർന്ന് ഇരുപക്ഷവും മുദ്രാവാക്യം വിളികളുമായി സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.